മൈലേഷൻ മാർക്കറ്റിംഗ് എന്താണ് പഠിക്കണം ഡിയർ ഫ്രണ്ട്സ്. വലിയൊരു ഹൈപ്പർ മാർക്കറ്റിന്റെ ഓണർഷിപ്പാണ് നമ്മുടെ കയ്യിലുള്ളത്. അതിനകത്ത് 190 മേലെ പ്രൊഡക്റ്റ് ഉണ്ട്. ഒരു ഏരിയ ലിമിറ്റ് ഇല്ലാണ്ട് അതിന് എപ്പോഴും വേണമെങ്കിലും മാർക്കറ്റ് ചെയ്യാം. ഇതെന്റെ ജപ്തി നോട്ടീസ് ആണ്. ഇതൊന്ന്. അടുത്ത 2, സംശയമുണ്ടെങ്കിൽ എന്റെ പേരടക്കം കൊടുക്കുക. കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടോ കണ്ടോ, എണ്ണാൻ പറ്റുമോ? ഇത് ഫുൾ എന്റെ ജപ്തി നോട്ടീസാണ്, പല പല ബാങ്കിന്റെ ആയിട്ട്. നിങ്ങളുടെ ഈ വലത്തേക്ക് ചലിച്ചില്ലെങ്കിൽ വരുമാനം കിട്ടുന്ന ഏത് മേഖലയിലാണ് നിങ്ങളുള്ളത്? കാണുന്നുണ്ടോ നിങ്ങൾ? ഇത് കാണാൻ കഴിയുന്നുണ്ടോ? ഇതെന്റെ ഭാര്യയുടെ പേരല്ല, എന്റെ അമ്മയുടെ അച്ഛന്റെ പേരല്ല, എന്റെ മക്കളുടെ പേരല്ല. മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ എംബ്ലം പച്ച കുത്തിയതാണ്. നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഇതുവരെ നടന്നിട്ട് എപ്പോഴെങ്കിലും നമ്മുടെ പ്രശ്നം എടുക്കാൻ മേലെ അല്ലെങ്കിൽ ഒരു ചാക്കി കെട്ടിയിട്ട് നോട്ട് കെട്ട് എവിടെയെങ്കിലും കെട്ടിയിട്ടുണ്ടോ? നിരന്തരം പ്രാർത്ഥിക്കുകയും നിസ്കരിക്കുകയും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൈവത്തിന് തരാൻ കഴിയുന്ന ഒരൊറ്റ കാര്യമാണ് ഡിയർ ഫ്രണ്ട്സ്, ഒരവസരം. ജീവിതത്തിൽ രക്ഷപ്പെടാൻ ഒരു അവസരം മാത്രമേ ദൈവത്തിന് തരാനുള്ളൂ. നമ്മളെല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതുകൊണ്ട് ആ ദൈവം തന്നിരിക്കുന്ന ഒരു അവസരമാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. അതിനെ തിരിച്ചറിയണം. വളരെയധികം സന്തോഷമുണ്ട്. കാരണം എനിക്ക് ആദ്യം ഈ ഒരു സൂം മീറ്റിംഗിലേക്ക് ക്ഷണം വന്ന ഉമ്മർ സാറിന്റെയാണ്. ഉമ്മർ സാറിനെ എനിക്ക് മഞ്ചേരി വെച്ചൊക്കെ നല്ല പരിചയമുണ്ട്. അതുപോലെ റാഷിദ് സാറിനെ എനിക്ക് പരിചയമുണ്ട്. റാഷിദ് സാറിന് എന്നെ പരിചയമില്ലെന്നേ ഉള്ളൂ. എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഈ രാവിലെ ഒരു 6 മണി ആയപ്പോൾ തന്നെ ഒരു 160-170 പേരോളം ഈ സൂം മീറ്റിംഗിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ ഒത്തിരി അധികം സന്തോഷം. കാരണം ഈ വന്നിരിക്കുന്ന എല്ലാവരും തന്നെ ജീവിതത്തിൽ വലിയ ലക്ഷ്യവും സ്വപ്നങ്ങളും ഉള്ള ആൾക്കാരാണെന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തീർച്ചയായിട്ടും എന്റെ ചെറിയൊരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം. റാഷിദ് സാറിന്റെ പേര് വളരെ വ്യക്തമായിട്ട് പരിചയപ്പെടുത്തി. പേര് സനു സോമൻ. വീട് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി എന്നൊരു മലയോര മേഖലയിലാണ്. ഞാൻ മൈലേശ്വരിൽ വരുന്നതിന് തൊട്ടു മുന്നേ ചെയ്തുകൊണ്ടിരുന്ന മേഖല സ്വന്തമായിട്ടൊരു കണ്ണാശുപത്രി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ ഓപ്പർച്യൂണിറ്റി എന്റെ കൈകളിലേക്ക് എത്തുന്നത്. പക്ഷെ ഡിഫറൻസ്, ഈ ഓപ്പർച്യൂണിറ്റി കേട്ടപാടെ ഒന്നുമല്ല ഞാൻ മൈലേശ്വരിൽ കിടന്നെ. എന്റെ അളിയൻ, എന്റെ മൂത്ത ചേച്ചിയുടെ ഭർത്താവ് എന്റെ അടുത്ത് വന്നിട്ട് മൈലേശ്വരിനെ കുറിച്ച് സംസാരിച്ചതിന് ശേഷം ഞാൻ ആ വ്യക്തിയോട് വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. 4 മാസത്തിനുള്ളിൽ ഈ കമ്പനി പൂട്ടിക്കെട്ടി വരും. ആളിയ അന്നേരം നമുക്ക് കാണാം. പിന്നെ അളിയനിടയ്ക്ക് വിളിക്കും. ഞാൻ പിടുത്തം കൊടുത്തിട്ടില്ല. അളിയൻ വിളിക്കുന്ന സമയത്തൊക്കെ ഞാൻ മുങ്ങി നടക്കും. പക്ഷെ 4 മാസത്തിനുള്ളിൽ പൂട്ടിക്കെട്ടി വരുമെന്ന് ഞാൻ അളിയനോട് പറഞ്ഞ അളിയനൊരു വാശിയായിട്ട് എടുത്തു. എന്തായാലും ഈ ചെങ്ങായിനെ കൊണ്ടുവരും എന്നുള്ള തീരുമാനം ആ വ്യക്തിയുടെ ഉറച്ചതായിരുന്നു. കാരണം അളിയനറിയാം ഞാൻ ഈ ബിസിനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ അളിയന്റെ ഒരു നട്ടലായി മാറുമെന്ന് അളിയനറിയാം. പക്ഷെ എന്നാൽ എനിക്ക് എന്നെ തന്നെ വിശ്വാസമില്ലായിരുന്നു. ഈ കമ്പനിയെ കുറിച്ച് വിശ്വാസമില്ലായിരുന്നു. ഈ കമ്പനിയുടെ ഓണറെ കുറിച്ച് അറിയത്തില്ലായിരുന്നു. ഇതിന്റെ പ്രൊഡക്റ്റ് ഇവിടെ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് അറിയത്തില്ലായിരുന്നു. ഇതിന്റെ ഒരു പ്രൊഡക്റ്റ് പോലും യൂസ് ചെയ്ത് നോക്കിയിട്ടില്ലായിരുന്നു. ഒന്നും അറിയത്തില്ലെങ്കിലും എനിക്ക് ഒന്നും അറിയായിരുന്നു, ഈ കമ്പനി 4 മാസത്തിനുള്ളിൽ പൂട്ടിക്കെട്ടും. അത് വളരെ ശക്തമായിട്ട് തന്നെ ഞാൻ പറഞ്ഞു. പക്ഷെ 4 മാസം കഴിഞ്ഞ് അളിയൻ വീട്ടിൽ വരികയും ഒരു സൺഡേ ഞാൻ എണീക്കുന്നതിന് മുന്നേ അളിയൻ എന്നോട് പറയാതെ 2 ലീഡേഴ്സിനെയും കൂട്ടി വന്നു. എന്റെ വൈഫിനോട് പറഞ്ഞു സനുവിനെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ അളിയനും 2 ലീഡേഴ്സും നല്ല ഡ്രസ് കോഡിലൊക്കെ രാവിലെ വന്നൊരു 8 മണിക്ക് മുന്നേ വന്ന് ഇരിക്കുകയാണ്. അങ്ങനെ എന്നോട് പറഞ്ഞു നീ മുഖമൊക്കെ കഴുകി പല്ലൊക്കെ തേച്ച് വരാൻ പറഞ്ഞു. അങ്ങനെ പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി വന്ന സമയത്ത് ഒരു പാസ്ബുക്ക് ഇങ്ങനെ ഇട്ട് തന്നിട്ട് എന്നോട് പറഞ്ഞു, ടേബിളിന് കൊടുത്തിട്ട് പറഞ്ഞു നീ അതൊന്ന് നോക്കാൻ പറഞ്ഞു. പാസ്ബുക്ക് ഞാൻ എടുത്ത് നോക്കുന്ന സമയത്ത് കണ്ടൊരു കാഴ്ച ഇതാണ് ഡിഫറൻസ്. ആ പാസ്ബുക്കിൽ സിൻഡിക്കേറ്റ് ബാങ്കിന്റെ പാസ്ബുക്കാണ്. ആ പാസ്ബുക്കില് പച്ച മഷിപ്പേനയിൽ ഇങ്ങനെ വരച്ചു വെച്ചിരിക്കുക ഇടയ്ക്കിടയ്ക്കിടയ്ക്ക്. അപ്പൊ ഞാൻ വിചാരിച്ചപ്പോ പാസ്ബുക്കിൽ പച്ച മഷിപ്പേന സ്കെയിലൊക്കെ വെച്ച് വരച്ചു വെച്ചേക്കുന്നത്. അവിടെയാണ് ഞാൻ ഒരു കാര്യം കണ്ടത്. MI ലൈഫ് നെഫ്റ്റ് എന്ന് അവിടെ ഇങ്ങനെ കഴിഞ്ഞ ആ 4 മാസത്തിനുള്ളിൽ ആള് ഒരു 28,000 വരുമാനം മേടിച്ച് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയതാണ് എന്നെ കാണിച്ചത്. ഞാൻ പൂട്ടിക്കെട്ടി വരുമെന്ന് പറഞ്ഞ കമ്പനിയിലൂടെ ആൾക്ക് കിട്ടിയ വരുമാനമാണ് ആളെന്നെ കാണിക്കുന്നത്.
അപ്പൊ എനിക്കത് വിശ്വസിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ എന്നിട്ടും ഞാൻ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരാൻ തയ്യാറായില്ല. പക്ഷെ അവിടെ പിടിച്ചെത്തിയ ആ വ്യക്തി അളിയൻ എന്നോട് ചോദിച്ച ഒരു ചോദ്യവും എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്ന 2-3 കാര്യങ്ങളും എന്റെ ജീവിതത്തെ അടിമുടി മാറ്റി എന്നുള്ളതാണ്. ചോദിച്ച ചോദ്യം ഇതാണ്. ഇന്നിപ്പോ ഇതിനകത്ത് ഞാൻ കാണുമ്പോ 210ഓളം വ്യക്തികള് ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ ആ ചോദിച്ച ചോദ്യം ഇതാണ്. ഞാൻ നിങ്ങൾ ആരോടും ചോദിക്കുന്നില്ല, എന്നോട് ചോദിച്ച ചോദ്യമാണ്. കാരണം ഞാനിനി ചോദിച്ചു എന്ന് പറഞ്ഞ ആരും ഇതിനകത്ത് ഇറങ്ങി ഓടാൻ നിൽക്കേണ്ട. നിന്റെ ബാങ്ക് ബാലൻസ് എന്താണ്? 12ാമത്തെ വയസ്സിൽ ജോലിക്കിറങ്ങി തുടങ്ങിയതാണ്. 31 വയസ്സ് കഴിഞ്ഞ് എന്നോട് ചോദിക്കുന്ന സമയത്ത് എന്റെ ബാങ്ക് ബാലൻസ് എന്താണ് ഞാൻ നിങ്ങളെ ലൈവായിട്ട് കാണിച്ചു തരാം. അത് കാണിച്ചു തരാമെന്ന് പറയുമ്പോൾ, കാരണം എല്ലാരും പറയും മൈ ലൈഫ് സ്റ്റൈലിൽ വന്നിട്ട് നമ്മളെല്ലാം കടമുള്ള ആൾക്കാരായിരുന്നു, മൈ ലൈഫ് സ്റ്റൈൽ സ്റ്റാർട്ട് ചെയ്ത് ഭയങ്കര കടത്തിലാണെന്ന് പറഞ്ഞിട്ട് അറിയോ, അതൊക്കെ ചുമ്മാ പറയുന്നതാന്ന് പറയും. പക്ഷെ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റണം. ഇതെന്റെ ജപ്തി നോട്ടീസ് ആണ്. ഇതൊന്ന്. അടുത്ത 2, സംശയമുണ്ടെങ്കിൽ എന്റെ പേരടക്കം കൊടുക്കുക, കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടോ കണ്ടോ, എണ്ണാൻ പറ്റുമോ? ഇത് ഫുൾ എന്റെ ജപ്തി നോട്ടീസാ, പല പല ബാങ്കിന്റെ ആയിട്ട്. എന്നോട് ബാങ്ക് ബാലൻസ് ചോദിക്കുന്ന സമയത്ത് ഡിയർ ഫ്രണ്ട്സ് 18 ലക്ഷം കടത്തിലാണ് ഞാനുള്ളത്. പക്ഷെ ആ വ്യക്തി എന്നോട് അടുത്തൊരു ചോദ്യം ചോദിച്ചു. ശ്രീകണ്ഠാപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ക്ലിനിക്ക് ഇട്ടിരിക്കുന്നത്. അടുത്ത ചോദ്യത്തിന് ഭയങ്കര പ്രശസ്തിയുള്ള ചോദ്യമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് ഏകദേശം 250ഓളം വ്യക്തികളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പുതിയ ഗസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുവരെ നമ്മൾ പല മേഖലയിൽ ഓടിയിട്ടുണ്ട്, സഞ്ചരിച്ചിട്ടുണ്ട്, പല മേഖലയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു അന്ന് എന്റെ അടുത്തേക്ക് വന്നത്. പക്ഷെ ഞാൻ അതുവരെ ചിന്തിച്ചിട്ടില്ല. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്നോട് ചോദിച്ച ചോദ്യമാണ്, 18 ലക്ഷം കടം, നാളെ നീ ക്ലിനിക്കിലേക്ക് പോയി, നിനക്ക് തിരിച്ചെത്താൻ പറ്റിയില്ല, നിനക്ക് എന്തെങ്കിലും പറ്റി നീ ലോകത്ത് പോയിന്ന് കൂട്ട്, അച്ഛൻ, അമ്മ, ഭാര്യ, 2 പെൺകുട്ടികൾ, എന്നെ പ്രതീക്ഷ, എന്റെ പുറകിൽ എന്നെ വിശ്വസിച്ച് 5 തലയുണ്ട്, 5 പേരുടെ ജീവനും കൂടെ. നാളെ നീ ഒന്ന് വീണുപോയാൽ, അല്ലെ നാളെ നീ ലോകത്തില്ലെങ്കിൽ ഇവരെ ആര് നോക്കും? അവിടെ നിന്നാണ് ഈ ബിസിനസ് മെല്ലെ അളിയൻ പറഞ്ഞപ്പോ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. എന്നിട്ട് എന്നോട് അളിയൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, സനു, ഇത് ഒരു ബിസിനസ് ആണ്, ഇതൊരു ടെക്നോളജി ബിസിനസ് ആണ്, ഇതൊരു ടീം വർക്കാണ്, ഇതൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യലാണ്. ഇന്ന് നീ നിൽക്കുന്നത് മുങ്ങിത്താഴാൻ പോകുന്ന കപ്പലിലാണെങ്കിൽ, നീ ഒന്ന് എന്റെ കൂടെ നിൽക്കാൻ തയ്യാറാണെങ്കിൽ, നിനക്കൊരു കച്ചിത്തുരുമ്പ് തന്നിരിക്കുകയാണ്, നീ ഒന്ന് നിന്നിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി സഞ്ചരിക്കുന്നത് സക്സസിലേക്കാണ്. നാളെ നീ സക്സസ് ആയി മാറും. അപ്പോഴും ഡിഫറൻസ് എന്റെ മനസ്സ് ഫുള്ളായിട്ട് എത്തിയിട്ടില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ എനിക്കിതിനെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല. എനിക്കൊരു 10-20% മനസ്സിലായിട്ടുള്ളൂ. പക്ഷെ അപ്പോഴും എന്റെ മനസ്സ് മെല്ലെ ഒന്ന് ചാഞ്ചാടാൻ തുടങ്ങിയിരുന്നു. പക്ഷെ അവിടെ നിന്നും 1-2 കാര്യം കൂടെ അളിയൻ പറഞ്ഞു തന്നപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഈ ബിസിനസിനെ ശക്തമായിട്ട് ഏറ്റെടുക്കാൻ തുടങ്ങി. എന്നോട് അളിയൻ പറഞ്ഞൊരു പാഠമുണ്ട്. എടാ, മേടിച്ച് ഇതുവരെ നമ്മൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇതിനകത്ത് നമ്മൾ പരിചയപ്പെട്ട് കാണും, നിങ്ങൾ എല്ലാവരും പരിചയപ്പെട്ട് കാണും. പേസ്റ്റ്, സോപ്പ്, ടോയ്ലറ്റ് ക്ലീനർ, ഡിഷ് വാഷ്, ഹാൻഡ് വാഷ്, ഫേസ് വാഷ്, ഫെയർനെസ് ക്രീം, ചാമ്പി തൈലം, കഫ്നിൽ ചുമക്ക, നിരവധി ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. എന്റെ അളിയൻ പറഞ്ഞ പാഠമാണ്, അത് മേടിച്ച് ശീലിച്ചവൻ രക്ഷപ്പെട്ട ചരിത്രം ഈ ലോകത്തുണ്ടായിട്ടില്ല. കൊടുത്ത് ശീലിച്ചവൻ മാത്രമേ രക്ഷപ്പെടുള്ളൂ. നിന്നെ കൊണ്ട് എന്തുകൊണ്ട് കൊടുക്കാൻ കഴിയില്ല? നീ കൊടുക്കുന്നതിനായി മാറ്. പിന്നെ നാളെ ഇതൊരു ടീം വർക്ക് ആയതുകൊണ്ട് ഇതിന്റെ ഏറ്റവും വലിയ മൈലേഷ് മാർക്കറ്റിംഗ് കമ്പനിയുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ്, അല്ലെങ്കിൽ ആ കമ്പനി നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഡിയർ ഫ്രണ്ട്സ്, നോമിനി ഫെസിലിറ്റി. നാളെ നിന്റെ കൂടെ ഒരു ടീം ഉണ്ടായാൽ, നാളെ ഒരു 10 പേരുടെ ടീം നിന്റെ കൂടെ ഉണ്ടായാൽ, നിന്റെ കാലൊന്ന് ഉളുക്കി കിടന്നൊന്ന് കൂട്ടിക്കോ, നിനക്ക് പണിക്കുവാൻ പറ്റുന്നില്ല എന്ന് കൂട്ടിക്കോ, ഈ 10 പേര് പല്ല് തേച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ വീട്ടിലേക്ക് വരുമാനം എത്തും. അരി മേടിക്കാൻ നീ അടുത്ത അയൽവക്കത്തേക്ക് കടം മേടിക്കാൻ ഓടണ്ടെന്ന് പറഞ്ഞപ്പോൾ ഡിഫറൻസ് എനിക്ക് മെല്ലെ ഒരു ചാഞ്ചാട്ടം കൂടെ അങ്ങോട്ട് വന്നു.
പക്ഷെ എന്നാൽ അടുത്ത ഒന്നും കൂടെ അളിയൻ പറയാണ്, എടാ 10 പേര് വരാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവാം, പക്ഷെ 10 പേര് വന്നിട്ടുണ്ടെങ്കിൽ അത് 100 വലിയ താമസമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഒന്നും കൂടെ അളിയന്റെ വാക്കുകളെ ശ്രദ്ധിക്കാൻ തുടങ്ങി. 100 പേരായിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ ഒരാഴ്ചയല്ല 1 മാസം പണിയെടുക്കാൻ പറ്റാത്ത സാഹചര്യം എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഈ 100 പേര് പല്ല് തേക്കുകയും കുളിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ വീട്ടിലേക്കുള്ള അന്നം മുടങ്ങത്തില്ല എന്നുള്ള കാര്യം വീണ്ടും എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. പക്ഷെ ഡിയർ ഫ്രണ്ട്സ്, അവിടുന്ന് പിന്നെ പറഞ്ഞു തന്ന 2 പോയിന്റാണ് എന്റെ ലൈഫിനെ അടിപൊളി മാറ്റിയത്. 100 എന്നുള്ളത് 1000 ആകും. 1000 ആകുന്ന സമയത്ത് സനു, നാളെ നീ ലോകത്തില്ല എന്ന് കൂട്ടിക്കോ. 1000 പേര് പല്ലിലേക്കും കുളിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നോമിനി ആരാണോ, നിന്റെ അച്ഛനാണോ, അമ്മയാണോ, ഭാര്യയാണോ, പിള്ളേരാണോ, ആരാണോ നോമിനിയിലേക്ക് വരുമാനം വരും. നാളെ നീ ലോകത്തില്ലെങ്കിൽ വരെ നിന്റെ വീട്ടുകാർ അന്നത്തിന് വേണ്ടി ഓടേണ്ട അവസ്ഥ വരത്തില്ല. അത് പറഞ്ഞപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഒന്നും കൂടെ എന്റെ തലച്ചോറിലേക്ക് ഈ ബിസിനസിനെ കയറ്റി എന്നുള്ളതാണ്. എന്നാൽ അടുത്തൊരു പോയിന്റ്, ആ പോയിന്റ് പറഞ്ഞപ്പോഴാണ് ഡിയർ ഫ്രണ്ട്സ് ഈ ബിസിനസിന്റെ സാധ്യതയും ഈ ബിസിനസിന്റെ വലിപ്പവും ഈ കമ്പനി എന്താണെന്നും എനിക്ക് മനസ്സിലായത്. 1000 എന്നുള്ളത് 10,000 ആകും. 10,000 ആകുന്ന സമയത്ത് നാളെ നീയും നിന്റെ നോമിനി ആയിട്ടുള്ള വൈഫും ഇല്ല എന്ന് കൂട്ടിക്കോ. മക്കളിലേക്ക് വരുമാനം വരും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഈ മീറ്റിംഗിൽ ഇരിക്കുന്ന ഏകദേശം 270ഓളം വ്യക്തികളുണ്ട്. പല മേഖലയിൽ ജോലി ചെയ്ത ആൾക്കാരാണ്. നിങ്ങളുടെ ഈ വലത്തേക്ക് ചലിച്ചില്ലെങ്കിൽ വരുമാനം കിട്ടുന്ന ഏത് മേഖലയിലാണ് നിങ്ങളുള്ളത്? 10 ദിവസം പണിക്ക് പോയിട്ടില്ലെങ്കിൽ 1 കിലോ അരി മേടിക്കാൻ അല്ലെങ്കിൽ 1 കിലോ അരി വീട്ടിലേക്ക് കൊണ്ടുത്തരാൻ ആരുണ്ടാവും? കൊണ്ടുത്തന്നാൽ എത്ര ദിവസം കൊണ്ടുത്തരും? പക്ഷെ നമ്മുടെ കൂടെ ഒരു 10 പേര് വന്നു, 100 ആയി, 1000 ആയി, 10,000 എന്റെ നോമിനി വൈഫാണ്, ഞാനും ഇല്ല, വൈഫും ഇല്ല. ഈ 10,000 പേരൊന്ന് പല്ല് തേച്ചിട്ടുണ്ടെങ്കിൽ ഡിയർ ഫ്രണ്ട്സ്, എന്റെ മക്കളുടെ അക്കൗണ്ടിലേക്ക് വരുമാനം വരും. ഒരുപാട് സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളുമായിട്ട് പോകുന്ന സമയത്ത് 18 ലക്ഷം കടത്തിൽ ഞാനൊന്ന് വീണ് പോയാൽ എന്റെ മക്കളുടെ വിദ്യാഭ്യാസം, നല്ല ഡ്രസ്സ് മേടിച്ചു കൊടുക്കാൻ, നല്ല ഒരു ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ, അവരെ ഒന്ന് കെട്ടിച്ചു വിടുമ്പം അയൽവക്കത്തൂടെയും കണ്ട ബാങ്ക് വഴി മോടേണ്ട അവസ്ഥ, ഇത് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നി അളിയൻ പറയുന്ന ജെന്യൂനാണ്, എന്നാ പിന്നെ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. മക്കളെയും വൈഫിനെയും ഇത്രയും അച്ഛനെയും അമ്മേനെ ഇത്രയും കൂടുതൽ സ്നേഹിക്കുന്നതുകൊണ്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. അളിയൻ എന്തായാലും കള്ളത്തരം പറയത്തില്ല. നോമിനി ഫെസിലിറ്റി, നാളെ സനു എന്ന് പറയുന്ന വ്യക്തി ലോകത്തില്ലെങ്കിലും എന്റെ അച്ഛനും അമ്മയും ഭാര്യയും പിള്ളേരും സേഫ് ആയിരിക്കണം. അങ്ങനെ ഡിയർ ഫ്രണ്ട്സ്, ഓൺ ദ സ്പോട്ടിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്. ആ ഒരു നോമിനി ഫെസിലിറ്റിന്റെ കാര്യം തിരിച്ചറിഞ്ഞപ്പോൾ പിന്നെ ഞാൻ എന്റെ കാര്യമുണ്ട് ഡിയർ ഫ്രണ്ട്സ്. എന്റെ ഒരു കാര്യം തന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ പേരിന് വേണ്ടി ചെയ്യുമൊന്നുമില്ല. ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് കാര്യം ചെയ്താലും ഉള്ളിന്ന് ആത്മാർത്ഥമായിട്ട് പാഷനായിട്ട് ചെയ്യുള്ളൂ. ഇതിനകത്ത് വരുന്ന ആൾക്കാര് ഫുള്ള് ഹാപ്പിയാണ്, ഉള്ളിൽ ഒരു കളങ്കമില്ല, ഒരാളെ പറ്റിക്കണമെന്നില്ല, ഭയങ്കര ഹാപ്പി. അവിടെയാണ് നമ്മുടെ മൈൻഡ് ഫുള്ള് സെറ്റ് ആവുകയാണ്. അതാണ് ഈ ബിസിനസ് ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ മൈൻഡ് സെറ്റായി ഹാപ്പി ആയാൽ തന്നെ നമുക്ക് അസുഖം ഉണ്ടാവില്ല, ശരീരം നന്നാവും, സൗന്ദര്യം കൂടും. അതാണ് മൈ ലൈഫിന്റെ വേറൊരു പ്രത്യേകത. അപ്പൊ ഞാൻ പറയാൻ കാരണം എന്താണെന്നറിയോ ഡിഫറൻസ്, ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി കേൾക്കുന്ന സമയത്ത് ഒരു പക്ഷെ ഇങ്ങനെ സംസാരിക്കണം, ആൾക്കാർക്ക് ഇങ്ങനെ ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ട വരും എന്ന കാരണം ഞാൻ ഈ ഇൻഡസ്ട്രി വരികയില്ല. കാരണം ഒരു 10ാം ക്ലാസ്സുകാരനാണ്. 10ാം ക്ലാസ് ജയിച്ച കഥ, എന്റെ 10ാം ക്ലാസ് ജയിച്ച കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യാനുള്ള ബിലീഫ് കിട്ടും. 10ാം ക്ലാസ് ജയിച്ച എങ്ങനെയാന്ന് ചോദിച്ചാൽ 9 ജയിക്കില്ല എന്ന് എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. കാരണം ഒന്നും പഠിക്കാതെ 9ാം ക്ലാസ്സിൽ തന്നെ 10ാം ക്ലാസ്സിലേക്ക് എന്റെ ക്ലാസ് ടീച്ചർ ജയിപ്പിച്ചു വിട്ടു. എന്തായാലും പഠിച്ചിട്ട് സനു 10 ജയിക്കില്ല. അങ്ങനെ പക്ഷെ ജയിക്കണം എന്നുള്ള ഒരു വാശി ഉള്ളിലുണ്ടായി. ആ സമയത്ത് 10ാം ക്ലാസ്സിലും ഇതേ ലിസ്റ്റ് ടീച്ചർ എന്നെ ക്ലാസ് ടീച്ചറായിട്ട് വന്നു. ടീച്ചർ എന്നോട് പറഞ്ഞൊരു കാര്യം ഇതാണ്, സനു, ടീച്ചർ ഭയങ്കര മോട്ടിവേഷനാണ്. ടീച്ചർ പറയാണ്, സനു നീ ഉറപ്പായിട്ട് വിജയിക്കും, നീ ഒരു ലേബറിന്റെ മേടിക്ക്, ഞാൻ പറഞ്ഞു തരാം, നീ അത് മാർക്ക് ചെയ്തിട്ട് അത് മാത്രം പഠിച്ചാൽ മതി, നീ വിജയിക്കും. എല്ലാ വിഷയത്തിലും ഭയങ്കര നോളജ് ഉള്ള, ഭയങ്കര അറിവുള്ള ടീച്ചറാണ്. ഞാൻ പറഞ്ഞു ശരി ടീച്ചർ.
ആ സമയത്ത് ഞാൻ ബസ് കഴുകുകയാണ്. 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ്സിലൊക്കെ ബസ് കഴുകിയിട്ടാണ് എന്നാ ഇങ്ങനെ നമ്മുടെ കുടുംബം പോറ്റിക്കൊണ്ട്. പപ്പയ്ക്ക് സുഖമില്ലാത്ത ഒരു സമയമായിരുന്നു. ചേച്ചി അനിയത്തിയും പഠിക്കുന്നുണ്ട്. വൈകിട്ട് ബസ് കഴുകും, 1 2 ബസ്സൊക്കെ കഴുകുമായിരുന്നു. അപ്പൊ ആ സമയത്ത് അങ്ങനെയാണ് കുടുംബം കഴിഞ്ഞു പോയത്. ഞാൻ ആ സമയത്ത് ലേബറിന്തി മേടിച്ചു. ഒരു ലേബറിന്തിക്ക് 13 രൂപ. ഞാൻ 2 ലേബറിന്തി വെച്ച് മേടിച്ചു 26. എന്നിട്ട് ടീച്ചർ ചില ഇന്റർവ്യൂ സമയത്ത് എന്നെ വിളിക്കും, സനു വാന്ന് പറയും, ലേബറിന്തി എടുത്തോളം പറയും, ലേബറിന്തി എടുക്കും, ഞാൻ ചെല്ലും, മാർക്ക് ചെയ്യും. അപ്പൊ നമുക്കറിയാം ലേബറിന്തിയുടെ 2 സൈഡ് അപ്പുറം ഇപ്പുറമുണ്ട്, ചോദ്യം ഉത്തരവുണ്ട്. അപ്പൊ ടീച്ചർ പറയുമ്പോൾ ഇവിടെ മാർക്ക് ചെയ്യും, ഇപ്പുറത്തെ അതേ പേജിൽ പറയുമ്പോൾ ഇൻറ്റു ചെയ്യും. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് മറ്റേ ലേബറിന്റെ എടുത്തിട്ട് ഇൻറ്റു ചെയ്തതിനെ മാർക്ക് ചെയ്യും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിച്ചാൽ ഭയങ്കര മറവിയാണ്. അപ്പൊ ഇത് ഇൻറ്റു ചെയ്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ എക്സാമിനേഷൻ, നമ്മുടെ 10ാം ക്ലാസ്സിലെ മെയിൻ എക്സാമിനേഷൻ വന്ന സമയത്ത് തൊട്ട് താഴത്തെ കടയിൽ പോയിട്ട് 1 രൂപയുടെ ബ്ലേഡ് മേടിച്ചുകൊണ്ട് വന്ന് മാർക്ക് ചെയ്തതിന് മൊത്തം വെട്ടിയെടുത്തു. എന്നിട്ട് ആ കടയിൽ നിന്ന് 2 രൂപയുടെ പിന്ന് മേടിച്ചു. അന്ന് പിന്നിന് 10 പൈസയുള്ളൂ, പക്ഷെ 2 രൂപയുടെ പിന്ന്. 2 രൂപയുടെ പിന്ന് പറഞ്ഞാൽ നല്ല കട്ടിയാ. എന്നിട്ട് ഈ ബട്ടൺസ് തുറന്നിട്ടിട്ട് ഈ നമ്മുടെ പോക്കറ്റിന് അടിയിൽ പിന്ന് കോർത്തു, പിന്നിന്റെ മൂലയ്ക്ക് മൊത്തം കോപ്പി കടലാസ് ഇട്ടു. ആദ്യമേ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി, മൊത്തം വായിച്ചു, വെട്ടി വെച്ചത് ഏതൊക്കെ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കി. എന്നിട്ട് സാറ് വരുമ്പോ ഇങ്ങനെ നോക്കിയിരിക്കും. സാറ് പോകുമ്പോൾ ഓരോന്ന് പറിക്കും, ക്വസ്റ്റ്യൻ പേപ്പറിനും ഉത്തര പേപ്പറിനും ഇടയിൽ വെച്ച് നോക്കിയിട്ട് അങ്ങനെ കോപ്പി അടിച്ചിട്ട് 190 മാർക്ക് ഉണ്ടാക്കിയെടുത്തു. സർക്കാരിനെ വിട്ടില്ല, സർക്കാരുടെ എരന്ന് വാങ്ങി 20 മാർക്ക്. അങ്ങനെ വെറും 210 പാസ്സാണ്. ഇനി ഒരു പ്രത്യേകതയുണ്ട്, 210 ഭാഗ്യമാണ്. ഞാൻ SSLC-യിലും 2,10,000 ആണ്, 210. നമ്മള് 210 2,10,000 ഷോർട്ട് പറയുന്നത് 210. ഞാൻ SSC-യിലും 210 മഹാലക്ഷ്മി മാർക്കറ്റിംഗിൽ കടന്നു വന്നു. ഈ ബിസിനസിന്റെ സാധ്യത മനസ്സിലായി. ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, എന്റെ ലൈഫ് രക്ഷപ്പെടാൻ പോകുന്നു ഇതിലൂടെയാണെന്ന് മനസ്സിലാക്കി. ഞാൻ സ്റ്റാർട്ടിങ് തന്നെ ഒരു 20,000 പ്രൊഡക്റ്റ് എടുത്ത് സ്റ്റാർട്ട് ചെയ്തു. ഒരു 3 ആഴ്ച കൊണ്ട് ആ പ്രൊഡക്റ്റ് മൊത്തം റീറ്റെയിൽ ആയിട്ട് പോകാൻ തുടങ്ങി. ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ കാര്യമായിട്ട് നടക്കാൻ തുടങ്ങിയില്ല, പക്ഷെ റീറ്റെയിൽ ആയിട്ട് പോകാൻ തുടങ്ങി. അപ്പൊ എന്റെ അളിയൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, സനു പെർഫോമൻസ് അടിക്കണം. എനിക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു, ഞാൻ ആന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്യണം? അപ്പൊ എന്നോട് പറഞ്ഞു, പെർഫോമൻസ് അടിക്കണമെങ്കിൽ 2 വഴിയുണ്ട്. നമുക്ക് 2 ഓർഗനൈസേഷൻ ആണ്. ഒരു സൈഡിൽ ഒരു 10 പേരെ കൊണ്ടുവന്ന് 10,000 10 15 വെച്ച് പർച്ചേസ് ചെയ്യിക്കുക. ഒരു സൈഡിൽ വേണമെങ്കിൽ 1.35 ഇടാം. ഇതല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം, 2,70,000 ഇട്ട് 2 സൈഡിലും ഓരോ ലക്ഷം BB വന്നു കഴിഞ്ഞാൽ നീ പെർഫോമൻസ് ആയി എന്ന് പറഞ്ഞു. എന്റെ സ്വഭാവമാണ്, ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കും. അങ്ങനെ ഞാൻ പറഞ്ഞു ചെയ്യാമെന്ന് പറഞ്ഞു. വക്രബുദ്ധി കൂടുതലുള്ളതുകൊണ്ട് പെട്ടെന്ന് 2 പേര്, ഒരു സിനി മാഡം എന്ന് പറഞ്ഞ ഒരു ലേഡിയും സന്തോഷ് സാർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയും കൂടെ എന്റെ 2 ഓർഗനൈസേഷൻ വന്നു. 2 പേരെ ഞാൻ പിടിച്ചിരുത്തിയിട്ട് കട്ട മോട്ടിവേഷൻ അടിച്ചു. സാർ പെർഫോമൻസ് അടിക്കണം, എന്തോ ഒരു പ്രോഗ്രാം വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, അവിടെ ഒരു ഗോൾഡ് കോയിൻ തരുമെന്നൊക്കെയാ പറഞ്ഞേ, നമുക്ക് മേടിക്കണം. കാരണം ഇവരോട് ഇവരുടെ സൈഡിൽ എങ്ങനെ അപ്പുറം ഇപ്പുറം ഇവരെ 2 സൈഡിൽ ഒരു 50,000 വന്നാൽ ഞാൻ OC-ക്ക് പെർഫോമൻസ് ആവും എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇവർ ഓട്ടം കൂട്ടാൻ വേണ്ടി ഞാൻ അവരോട് ഒരു കാര്യം കൂടെ പറഞ്ഞു, നിങ്ങൾക്ക് 1 ലക്ഷം BB നിങ്ങൾ 2 സൈഡിലും കൂടെ ആക്കിയാൽ ബാക്കി 1 ലക്ഷം വരുന്നതിന് ഞാൻ ക്യാഷ് ഇട്ടൊന്ന് സെറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു. ഡിഫറൻസ് അവരെ മോട്ടിവേഷൻ ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. കാരണം ഞാനേ പിച്ചക്കാരൻ, അവർ 2 എന്നേക്കാൾ പിച്ചക്കാരൻ. എന്തായാലും അവരെ ഓടിയിട്ട് എത്തൂല, എന്നാല് പക്ഷെ 2 സൈഡിൽ 50,000 വന്ന് ഞാൻ എത്തുന്നും എന്റെ ഒരു വിശ്വാസം. പക്ഷെ ഞങ്ങൾ ഓടി എത്തിയില്ല. 5 ദിവസം മുന്നേ ഈ സന്തോഷ് സാറ് വൈഫിന്റെ താലിമാല പറിച്ച് പണയം വെച്ചു. മക്കളുടെ മൺകുടുക്ക തല്ലിപ്പൊട്ടിച്ചു. കുടുംബശ്രീന്ന് എടുത്തിട്ട് 1.35 കൊണ്ട് എന്റെ കൈ തന്നു. എന്റെ പൊന്നു ഡിയർ ഫ്രണ്ട്സ്, എന്നെ ആലില പോലെ വിറയ്ക്കാൻ തുടങ്ങി. കാരണം ഞാൻ എന്താ പറഞ്ഞേ, 1.35 നിങ്ങള് 2 സൈഡിലൂടെ ഉണ്ടാക്കിയാൽ 1.35 ഞാൻ ഇട്ട് തരാം. എനിക്ക് പറഞ്ഞ 1000 രൂപ ഇല്ലാത്തപ്പോ ഞാൻ അവർക്ക് മോട്ടിവേഷൻ ചെയ്ത എന്നെ വരയ്ക്കാൻ തുടങ്ങി. കാരണം 18 ലക്ഷം കടം നിൽക്കുന്ന എന്റെ കയ്യിൽ എവിടുന്നാണ് ഈ ഫണ്ട്? എന്റെ പൊന്നു ഡിയർ ഫ്രണ്ട്സ്, സിനി മേഡം സന്തോഷ് സാറും അവര് ഒത്തിട്ടായിരുന്നു. പിറ്റത്തെ ദിവസം സിനി മേഡത്തിന്റെ കൊച്ചിന്റെ അരഞ്ഞോണം കൊണ്ട് പണയം വെച്ച്, സിനി മേഡത്തിന്റെ മോതിരം കൊണ്ട് പണയം വെച്ച്, സിനി മേഡത്തിന്റെ കൊലുസ് കൊണ്ട് പണയം വെച്ചിട്ട് സിനി മേഡം 1,35,000 ക്യാഷ് എന്റെ കൊണ്ട് തന്നു. ഞാൻ എന്റെ അളിയനെ വിളിച്ച് ഒറ്റ കാച്ച്, അളിയാ ഞാൻ പെട്ടുതാ, ഇവര് പൈസ കൊണ്ടു തന്നു 2,70,000, ഞാൻ എന്ത് ചെയ്യൂന്ന് ചോദിച്ചു. എന്നോട് എന്റെ അളിയൻ പറഞ്ഞു, എടാ ഇത് ചെയ്തില്ലെങ്കിൽ നാളെ ഈ ടീം ഉണ്ടാവില്ല, എന്ത് വന്നാലും ചെയ്യണം. ഞാൻ ചോദിച്ചു, ഇനി ചെയ്യാനാണെങ്കിൽ എന്റെ ഒരു കിഡ്നി വിക്കൽ മാത്രമേ മാറുള്ളൂ, അതെന്തായാലും പെട്ടെന്ന് നടക്കത്തില്ല, അളിയനൊരു വഴി പറഞ്ഞു തരണം.
അന്നേരം എന്നോട് അളിയൻ പറഞ്ഞു, നിന്റെ പപ്പയ്ക്ക് കുറച്ച് പെങ്ങന്മാരുണ്ടല്ലോ, നീ കുറച്ച് നല്ല സമയത്ത് അവരെ സഹായിച്ചിട്ടുണ്ടല്ലോ, നീ അവരോട് കുറച്ച് സ്വർണം പണയം മേടിക്കേ, ഞാൻ എന്റെ കൂട്ടുകാരെ ഒന്ന് വിളിച്ചോക്കട്ടെ, കുറച്ച് പൈസ സംഘടിപ്പിച്ചു തരാം. ഡിയർ ഫ്രണ്ട്സ്, എന്റെ അളിയൻ ഒരു 1,50,000 രൂപ അളിയന്റെ കൂട്ടുകാരോട് കടം മേടിച്ചു തരികയും ഞാൻ അളിയൻ പറഞ്ഞ പോലെ എന്റെ പപ്പയുടെ പെങ്ങന്മാരുടെ അടുത്തോട്ട് കുറച്ച് സ്വർണം കടം മേടിച്ചു 3 മാസത്തേക്ക് എടുത്തു തരാമെന്നും പറഞ്ഞ് ഞാൻ കടം മേടിച്ചുകൊണ്ട് വന്ന് പണയം വെച്ച് 2,70,000 രൂപ അളിയന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ ഡിയർ ഫ്രണ്ട്സ്, 18 ലക്ഷം കടത്തിൽ നിന്ന് സനു വീണ്ടും 21 ലക്ഷം കടത്തിലേക്കാ പോയത്. എന്റെ കൈ പൈസ ഉണ്ടായിട്ടോ ബാലൻസ് ഉണ്ടായിട്ടോ അല്ല ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത്, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്ന വരികൾക്കിടയിൽ വായിക്കാൻ പറഞ്ഞു, ഇത് കടമുള്ളവന്റെ ബിസിനസ് ആണ്, കടമുള്ളവനെ മൈ ലൈഫ് സ്റ്റൈലിലേക്ക് ഉള്ളൂ, അത് വീട്ടാനായിട്ടാണ് മൈ ലൈഫ് സ്റ്റൈലിലേക്ക് വരുന്നത്. അങ്ങനെ 18 ലക്ഷത്തിൽ നിന്നും 21 ലക്ഷം കടത്തിൽ വന്ന് ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ 3 പേര് പെർഫോമൻസ് അടിച്ചു, പ്രോഗ്രാമിൽ കയറിയപ്പോ ഞങ്ങളോട് ഒരു 10-15 പേര് വന്നു, അവരും ചാർജായി. ആ 3 ലക്ഷം അന്ന് കടമാക്കിയതുകൊണ്ട് ഇന്ന് ഡിയർ ഫ്രണ്ട്സ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാണ്, ഇന്ന് ഒറ്റ ബാങ്കിൽ നിന്ന് ഈ വീട്ടിലേക്ക് ജപ്തി നോട്ടീസ് വരുന്നില്ല. അങ്ങനെ 2,70,000 പർച്ചേസ് ചെയ്താ സനുവിന് വെറുതെ ഇരിക്കാൻ പറ്റുമോ? പറ്റില്ല, മൂട്ടി തീ പിടിക്കും. കാരണം വീട്ടിന്റെ ഒരു റൂം നിറച്ച് മൈ ലൈഫ് സ്റ്റൈലിന്റെ പ്രൊഡക്റ്റ് അടുക്കി വെച്ചേക്കുക. ഇറങ്ങി പ്രവർത്തിച്ചില്ലെങ്കിൽ പപ്പ തെറി വിളിക്കും, മമ്മി ഓടിക്കും. പിന്നെ ഈ 2,70,000 മേടിച്ചവർക്ക് തിരിച്ചു കൊടുക്കണം. ഡിയർ ഫ്രണ്ട്സ്, അന്ന് മുതൽ സനു എന്ന് പറയുന്ന വ്യക്തിയുടെ മൂട്ടി തീ പിടിച്ചതാണ്. അങ്ങനെ ആത്മാർത്ഥമായിട്ട് ബിസിനസിനെ ഏറ്റെടുക്കാൻ തുടങ്ങി. വാച്ച് കെട്ടാറില്ലായിരുന്നു, കാരണം ടൈം നോക്കി ബിസിനസ് ചെയ്യുന്ന ആളല്ല. എന്റെ സ്വന്തം ബിസിനസ്, എന്റെ സ്വന്തം കമ്പനി, അതുകൊണ്ട് രാവെന്നോ പകലെന്നോ ഇല്ലാണ്ട് ഞാൻ വർക്ക് ചെയ്യാനിറങ്ങി. ഡിഫറൻസ് DTC റാങ്കിൽ നിന്ന് മൈ ലൈഫ് സ്റ്റൈലിലേക്ക് ഐഡിയ അടിച്ച് 10 മാസത്തിനുള്ളിൽ DTC റാങ്കിൽ നിന്നാണ് എന്റെ 210 വന്നേക്കുന്നത്, ഫസ്റ്റ് ID. കാരണം എനിക്കൊരു പ്രാന്തായിരുന്നു. എന്റെ പ്രാന്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് കാണുന്നുണ്ടോ നിങ്ങള്? ഇത് കാണാൻ കഴിയുന്നുണ്ടോ? ഇതെന്റെ ഭാര്യയുടെ പേരല്ല, എന്റെ അമ്മയുടെ അച്ഛന്റെ പേരല്ല, എന്റെ മക്കളുടെ പേരല്ല. മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ എംബ്ലം പച്ച കുത്തിയതാണ്. കാരണം മലയാളം പോലും സംസാരിക്കാൻ അറിയത്തില്ലാത്ത സനു എന്ന് പറയുന്ന വ്യക്തിയെ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് കമ്പനി ഇതേപോലെ വളർത്തിയിട്ടുണ്ടെങ്കിൽ ഡിഫറൻസ്, ഈ കമ്പനീന്റെ കൂടെ ഒരു 3-4 വർഷം ചേർന്ന് നിൽക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ, ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ ചേർത്ത് വെക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, നാളെ നമ്മുടെ കുടുംബത്തിലുള്ള മക്കൾക്കും അവരുടെ മക്കൾക്കും ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ, സക്സസ് ആവാൻ മറ്റൊരാളുടെ മുന്നിലേക്ക് കൈനീട്ടാൻ പോകേണ്ടി വരില്ല. ഡിഫറൻസ്, ഇന്ന് എന്റെ ബിസിനസ് 15 രാജ്യത്തേക്കാണ് പ്രൊഡക്റ്റ് കയറി പോകുന്നത്. കേരളം മൊത്തം, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് ജില്ല വരെ എല്ലാ ജില്ലയിലും എനിക്ക് ഇന്ന് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. പല സംസ്ഥാനങ്ങളിലുണ്ട്. ഏകദേശം 400 അടുത്ത് പട്ടാളക്കാരുണ്ട്. എന്റെ കൂടെ വന്ന ബിനോയ് ജെയിംസ് സാറും മുരളി സാറും ഇന്ന് എന്റെ കൂടെ സീലിംഗ് അച്ചീവർ ആയിട്ട് നിൽക്കുകയാണ്. ഫസ്റ്റ് ID NDC ടച്ചിങ് ആണ്, സെക്കൻഡ് ID RTC ടച്ചിങ് ആണ്, ഫസ്റ്റ് ID NDC ടച്ചിങ് പ്ലസ് ടാർപ്പൾ ആണ്. കാരണം ഒറ്റ കാര്യം മാത്രമാണ്, നമ്മളൊന്ന് ആലോചിച്ചു നോക്കും. നമുക്ക് കുറെ പ്രശ്നങ്ങളും പ്രതിസന്ധിയുള്ള ആൾക്കാരായിരിക്കും. ഡെയിലി പ്രാർത്ഥിക്കും, ചിലർ പള്ളിയിൽ പോവും, അമ്പലത്തിൽ പോവും, നിസ്കരിക്കും. നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഇതുവരെ നടന്നിട്ട് എപ്പോഴെങ്കിലും നമ്മുടെ പ്രശ്നം എടുക്കാൻ മേലെ അല്ലെങ്കിൽ ഒരു ചാക്കി കെട്ടിയിട്ട് നോട്ട് കെട്ട് എവിടെയെങ്കിലും കെട്ടിയിട്ടുണ്ടോ? ചിലപ്പോൾ നമ്മൾ കപ്പക്കൂടം കൊത്തും, ചെടി നടും, വാഴ നടും. ഈ വാഴയൊക്കെ നടാൻ പോകുന്ന സമയത്ത് കിളയ്ക്കുമ്പോൾ നിധി കിട്ടിയിട്ടുണ്ടോ? ഇനി കിട്ടി എന്ന് പറയുന്ന ആരെങ്കിലും നിങ്ങൾക്ക് ഈ കൂട്ടത്തിൽ തന്നെ അറിയാവോ? ഇതിനകത്ത് ഏകദേശം ഇപ്പൊ 335 പേരുണ്ട്. ഈ 335 പേരിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് നിധി കിട്ടിയിട്ടായിരുന്നു? പിന്നെ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ കുറച്ച് സ്വർണ്ണക്കടത്ത് കൂടുതലാ, പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മർ സാറിന്റെ കൊടുവള്ളിയൊക്കെ ഇച്ചിരി കൂടുതലാ. ഇനി ഈ കടത്തുന്നതിനിടയിൽ ഇമാരുടെ കയ്യിൽ നിന്ന് തെറിച്ചു പോയിട്ട് 5 കിലോ കിട്ടുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? കിട്ടിയ ആരെങ്കിലും നമുക്ക് അറിയാവോ? ഒന്നുമില്ല. പക്ഷെ നിരന്തരം പ്രാർത്ഥിക്കുകയും നിസ്കരിക്കുകയും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൈവത്തിന് തരാൻ കഴിയുന്ന ഒരൊറ്റ കാര്യമാണ് ഡിയർ ഫ്രണ്ട്സ്, ഒരവസരം. ജീവിതത്തിൽ രക്ഷപ്പെടാൻ ഒരു അവസരം മാത്രമേ ദൈവത്തിന് തരാനുള്ളൂ. നമ്മളെല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതുകൊണ്ട് ആ ദൈവം തന്നിരിക്കുന്ന ഒരു അവസരമാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. അതിനെ തിരിച്ചറിയണം. ഇനി അത് തിരിച്ചറിഞ്ഞു കുറച്ച് പ്രൊഡക്റ്റ് എടുത്തു കട്ടലടി കയറ്റി വെച്ചു എന്ന് പറഞ്ഞ് അയ്യോ ഉമ്മർ സാർ 3 വർഷം കൊണ്ട് NDC ആയി എന്ന് പറഞ്ഞ പോലെ NDC ആവുന്നല്ല, ഉമ്മർ സാർ എടുത്ത പണിയെടുക്കാൻ തയ്യാറാവണം. ഞാൻ ഉമ്മർ സാറിനെ കണ്ടിട്ടുണ്ട്. എന്തായാലും ഉമ്മർ സാറിന് ഒരു 10-55 വയസ്സുണ്ട്, അല്ലാതെ
അല്ലെ? ഏകദേശം ഉണ്ട്. പക്ഷെ ഉണ്ടല്ലോ, ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഉമ്മർ സാറിനെ കൂടുതൽ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ ഉമ്മർ സാറിന്റെ മുഖത്ത് നോക്കണമെങ്കിൽ ഒന്ന് ഇങ്ങനെ നോക്കണം. പക്ഷെ രണ്ടാമത് ആ ഉമ്മർ സാറിന്റെ പോക്ക് കാണണം. ഏന ഫാസ്റ്റ് ആണെന്നറിയോ? എനിക്ക് 36 വയസ്സേ ഉള്ളൂ, പക്ഷെ ആ വ്യക്തി പോക്കൊക്കെ കണ്ടെങ്കിൽ എന്നേക്കാൾ പ്രായം കുറവാ. കാരണം ആളുടെ കയ്യിരിക്കുന്ന മൈലേജ് മാർക്കറ്റിംഗ് അതിന്റെ പവറാണ്, അതിന്റെ എനർജറ്റിക് ആണ്. അതേപോലെ എനർജറ്റിക്കോടുകൂടി നമ്മൾ വർക്ക് ചെയ്യാൻ തയ്യാറാവണം. ഇനി അത് വർക്ക് ചെയ്യണമെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ വർക്ക് ചെയ്യണമെങ്കിൽ എന്താണ് മൈലേജ് മാർക്കറ്റിംഗ് എന്ന് തിരിച്ചറിയണം. അത് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും 100%. ഇവിടെ മൈലേജ് മാർക്കറ്റിംഗ് കിട്ടി, കുറച്ച് പ്രൊഡക്റ്റ് ഒക്കെ എടുത്തു, എന്നാ പിന്നെ ചില ആൾക്കാർ, ഇത് ഈ ടീമിലുള്ളവർ ഇങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്, എന്റെ ടീമിൽ കുറച്ച് ആൾക്കാരുണ്ട് മത്തി വിൽക്കുന്നതാന്ന് വിചാരിച്ചേക്കുന്നത്. അല്ല, നമ്മൾ ടൗണിൽ പോയിട്ടുണ്ടെങ്കിൽ കപ്പലണ്ടി വിൽക്കുന്ന പരിപാടിയാന്ന് വിചാരിച്ചേക്കുന്നത്. നമ്മൾ മാർക്കറ്റിൽ ചെല്ലുമ്പോ മത്തി വിൽക്കുന്ന എങ്ങനെയാ? അവിടെ ചെല്ലുമ്പോ ആ മത്തി 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 മത്തിയെ ബാ ചാള ചാള ചാളയെന്ന് വിളിക്കൂലേ? ഇനി നമ്മൾ ടൗണിൽ പോയി നോക്കിയേ, കടല വറുത്ത് നോക്കിയേ, ആ കടല വണ്ടിക്കാരൻ കുറെ നേരിട്ട് ഇളക്കും, എന്നിട്ട് കിണി 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 അടിക്കും. അപ്പൊ ആൾക്കാരെല്ലാം വന്ന്, എന്റെ പൊന്നു ഡിഫറൻസ്, നിങ്ങൾ ആലോചിക്കേ, ആ മത്തി വിൽക്കുന്നതിന് ആ നാട്ടിലെ കച്ചവടത്തിലേക്ക് കിട്ടുക, കടല വറുക്കുന്ന ആൾക്ക് ആ സ്റ്റാൻഡിലെ കച്ചവടത്തിലേക്ക് കിട്ടുക. പക്ഷെ മൈലേജ് മാർക്കറ്റിംഗ് എന്താണ്? പഠിക്കണം ഡിഫറൻസ്. വലിയൊരു ഹൈപ്പർ മാർക്കറ്റിന്റെ ഓണർഷിപ്പാണ് നമ്മുടെ കയ്യിലുള്ളത്. അതിനകത്ത് 190 മേലെ പ്രൊഡക്റ്റ് ഉണ്ട്. ഒരു ഏരിയ ലിമിറ്റ് ഇല്ലാണ്ട് അതിന് എപ്പോഴും വേണമെങ്കിലും മാർക്കറ്റ് ചെയ്യാം. നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഞാൻ 2013 ഓഗസ്റ്റ് 13 ഈ കൊമേഴ്സിലേക്ക് മൈലേജ് മാർക്കറ്റിംഗ് ചേഞ്ച് ആകുന്ന സമയത്ത് 13 പ്രൊഡക്റ്റ് 2 ബ്രാൻഡില്. 2018 ലാസ്റ്റ് മൈലേജിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ 2 ബ്രാൻഡും 50-നടുത്ത് പ്രൊഡക്റ്റും. ഇന്ന് മൈലേജിൽ എത്ര പ്രൊഡക്റ്റ് ഉണ്ട്, എത്ര ബ്രാൻഡ് ഉണ്ട്? ഞാൻ കടന്നു വരുന്ന സമയത്ത് കേരളത്തിൽ പ്രൊഡക്റ്റ് എടുക്കാനുള്ള സെന്റർ ഇല്ല. ഞങ്ങളൊക്കെ 240 കിലോമീറ്റർ കടന്നു പോയിട്ടാ പ്രൊഡക്റ്റ് എടുത്ത മംഗലാപുരത്ത് ആദ്യത്തെ 2 കൊല്ലം. പക്ഷെ ഇന്ന് ഇതിനകത്ത് ഇരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും അറിയാം, ഈ ഇരിക്കുന്നവരുടെ 10-15 കിലോമീറ്ററിനുള്ളിൽ കമ്പനി PUC ഇട്ടിട്ടുണ്ട്. 2013 13 പ്രൊഡക്റ്റിൽ നിന്ന് കമ്പനി 190 പ്രൊഡക്റ്റിൽ എത്തിയിട്ടുണ്ട്. 2 ബ്രാൻഡിൽ നിന്ന് 7 ബ്രാൻഡിൽ എത്തിയിട്ടുണ്ട്. കമ്പനി വളരുവാണോ താഴേക്ക് പോവാണോ തിരിച്ചറിയണം. ആ കമ്പനിയുടെ ഓണർഷിപ്പാണ് ഡിയർ ഫ്രണ്ട്സ്. ഒരു ഫോം ഫില്ല് ചെയ്തപ്പോ നിങ്ങളുടെ ആയി കിട്ടിയേ, അതുകൊണ്ട് വാല്യൂ ഇല്ലാണ്ട് ചെയ്യരുത്. അതുകൊണ്ടാണ് ഡിയർ ഫ്രണ്ട്സ് എന്റെ വാല്യൂ കൂടിയത്. ഞാൻ ഒരു 3 ലക്ഷം കൂടെ കടമാക്കിയത് കൊണ്ടാണ്. കാരണം ഞാൻ 3 ലക്ഷം കടമാക്കിയപ്പോൾ 3 ലക്ഷം എന്നല്ല ഞാൻ കണ്ടിരിക്കുന്നത്, 30 ലക്ഷം മുടക്കിയിട്ട് സാധനം ഇന്നു മുതൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കാന്നാ കണ്ടിരിക്കുന്നത്. നമ്മുടെ കയ്യിലിരിക്കുന്ന വജ്രായുധം എന്താണെന്ന് ആലോചിച്ച് നോക്കൂ ഡിയർ ഫ്രണ്ട്സ്. ഒരു തീരുമാനമെടുത്ത് ശക്തമായിട്ട് ഇറങ്ങാൻ തയ്യാറാണെങ്കിൽ, നമുക്ക് വേണ്ടി വേണ്ട, നമ്മുടെ ഫാമിലിക്ക് വേണ്ടി ഒരു തീരുമാനമെടുത്ത് ഇറങ്ങാൻ തയ്യാറാണെങ്കിൽ, നാളെ നമ്മുടെ ഫാമിലി നമ്മളില്ലെങ്കിൽ പോലും ഒരാളുടെ മുന്നിൽ കൈ നീട്ടാതെ സക്സസ് ആയി ജീവിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് മൈലേജ് മാർക്കറ്റിംഗ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളെല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാന്ന് പറയാൻ കാരണം ഇന്ന് തന്നെ എത്ര പേർക്ക് ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ടാവും, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് എത്ര പേര് പങ്കെടുത്തു? കാരണം ദൈവാനുഗ്രഹം ഉള്ളവർക്ക് മാത്രമേ ഡിയർ ഫ്രണ്ട്സ് മൈലേജ് മാർക്കിന്റെ ഓപ്പർച്യൂണിറ്റി കേൾക്കാനും അതിൽ കടന്നു വരാനും അതിൽ പ്രവർത്തിക്കാനും പറ്റൂ. കാരണം എന്താണെന്നറിയോ? കൂടെ വരുന്നയാളെ കൈപ്പിടിച്ചുയർത്തി വിജയിപ്പിച്ചുകൊണ്ട് വിജയിക്കുന്ന ഈ ലോകത്തുള്ള ഒരൊറ്റ ഓപ്പർച്യൂണിറ്റി, അതാണ് മൈലേജ് മാർക്കറ്റ്. ഇല്ലേ? നിങ്ങൾ പറ, കൂടെ വരുന്നയാളെ വിജയിപ്പിച്ചുകൊണ്ട് വിജയിക്കുന്ന വേറെ എന്ത് അവസരമുണ്ട്? 3 തലമുറ നോമിനി ഫെസിലിറ്റി ഉള്ള ഏത് അവസരമുണ്ട്? ഇതിനകത്ത് പട്ടാളക്കാരുണ്ടെങ്കിൽ ഞാൻ സല്യൂട്ട് ചെയ്യുന്നു. പട്ടാളക്കാരുണ്ടെങ്കിൽ ഒന്ന് ഓണാക്കിയിട്ട് ഹാൻഡ് റൈസ് ചെയ്തോ, ഓണാക്കിയിട്ട് ഒറ്റ ആൻസർ തന്നാൽ മതി. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ പണയം വെച്ച് നമ്മുടെ രാജ്യത്തെ സേവ് ചെയ്ത് നമ്മളെ സേവ് ചെയ്ത് അവര് റിട്ടയർഡ് ആയിട്ട് വരുന്ന സമയത്ത് അവരുടെ പെൻഷൻ അവര് ജോലി ചെയ്യുന്നതിന്റെ പകുതിയാണ് ഡിഫറൻസ് കൊടുക്കുന്നത്. ഇനി അവർക്ക് എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അവരുടെ നോമിനി ആയിരിക്കുന്ന വൈഫിലേക്ക് അതിന്റെയും പകുതിയാണ് കിട്ടുന്നത്. ഇനി അവർക്കും എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു. പക്ഷെ അവിടെയാണ് മൈലേജ് മാർക്കറ്റിംഗിന്റെ പവർ. ഡിഫറൻസ് നമുക്കൊരു ടീം ഉണ്ടെങ്കിൽ നാളെ നമ്മളില്ലെങ്കിലും
ആ ടീം വളരുന്നതിനനുസരിച്ച് വരുമാനം കൂടിക്കൊണ്ടേയിരിക്കും. നാളെ നമ്മളില്ല, നമ്മുടെ നോമിനിയും ഇല്ല, അടുത്ത തലമുറയിലേക്ക് പോകും. 3 തലമുറയിലേക്ക് നോമിനി ഫെസിലിറ്റി ഉള്ള ഈ ലോകത്തുള്ള ഒരു ഒറ്റ ഓപ്പർച്യൂണിറ്റി മൈലേജ് മാർക്കറ്റിംഗ്. അതുകൊണ്ടാണ് ഡിഫറൻസ് കണ്ണാശുപത്രി ഒപ്റ്റിക്കൽസ് ഇട്ടേച്ച് കഴിഞ്ഞ 5 വർഷം കഴിഞ്ഞപ്പോ ഇതിനകത്ത് രാവെന്നും പകലൊന്നും ഇല്ലാണ്ട് എന്റെ ജീവനേക്കാൾ കൂടുതൽ ഞാൻ മൈലേജിനെ സ്നേഹിക്കുന്നത്. കാരണം എന്റെ മക്കളെ, സനു 10ാം ക്ലാസ് ആണെങ്കിൽ എന്റെ മക്കളെ എന്താഗ്രഹിച്ചാലും എനിക്ക് പഠിപ്പിക്കണം. അവരാഗ്രഹിക്കുന്നതിൽ അല്ലെ നമ്മൾ ആഗ്രഹിക്കുന്നതിൽ അവരെ കെട്ടിച്ചുവിടാൻ പറ്റണം. നാളെ ഒന്ന് ടൗണിൽ ഇറങ്ങുമ്പം നല്ലൊരു ഹോട്ടൽ കാണിച്ച് ഭക്ഷണം കഴിക്കണം എന്ന് പറയുമ്പം പോക്കറ്റ് ഊതി നോക്കാതെ ഒരു കാർഡ് കൊടുത്തോണ്ടിരുന്ന വാ മക്കളെ കഴിക്കുന്നുണ്ട് ഇറങ്ങി പോരുമ്പോ കാർഡ് കൊടുത്തിട്ട് ഇറങ്ങി പോരണം. ബില്ല് അടിക്കുന്ന പോലും നോക്കാൻ പാടില്ല. അതാണ് ഫിനാൻഷ്യൽ ഫ്രീഡം. അത് കിട്ടുന്ന ഒരു ഒറ്റ ഓപ്പർച്യൂണിറ്റി മൈലേജ് മാർക്കറ്റിംഗ്. കൈ കിട്ടിയിരിക്കുന്ന അവസരം ദൈവം കൊണ്ടെത്തുന്നതാണ്. തട്ടിക്കളയാതെ ഹൃദയത്തിൽ ചേർത്ത് വെച്ച് ഫാമിലിക്ക് വേണ്ടി ഒന്ന് ഇറങ്ങി കൂടെ നിൽക്കാൻ, നിങ്ങളെ ക്ഷണിച്ചവർക്ക് വേണ്ടി കൂടെ നിൽക്കാൻ നിങ്ങൾക്ക് പറ്റിയോ? നമ്മുടെ ലൈഫ് സെക്യൂറായി. ഇനി ഒന്നും കൂടെ ആലോചിച്ച് നോക്കി. ഇന്നിപ്പോ ഇതിനകത്ത് ഏകദേശം 340ഓളം വ്യക്തികളെ കാണുന്നുണ്ട്. എത്ര തവണ വിളിച്ചിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക? എത്ര കോള് വിളിച്ചിട്ടുണ്ടാവും? രാവിലെ 5:45 മുതൽ 5:30 മുതൽ വിളി തുടങ്ങിയാടാ, പങ്കെടുക്കണേ ഇന്ന് കണ്ണൂരിൽ നിന്ന് ഒരു സംസാർ വരുന്നുണ്ട്, വാ കേറ, ഭയങ്കര സംഭവം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ ഒന്ന് ചോദിക്കട്ടെ ഡിയർ ഫ്രണ്ട്സ്, ആ വിളിച്ചവർ അവർക്ക് വേണ്ടിയാണോ വിളിച്ചേ? ചിന്തിക്ക്. അല്ല, നിങ്ങൾക്ക് വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. നിങ്ങളെ രക്ഷപ്പെടാൻ വേണ്ടിയാണ്. നിങ്ങളെ രക്ഷപ്പെടാൻ വേണ്ടി അവര് റിസ്ക് എടുക്കുകയാണ്. അവരുകളെ ചേർത്ത് പിടിക്കുകയാണ്. അവര് കൈ നീട്ടിയിരിക്കുകയാണ്. ആ കയ്യിൽ നിങ്ങൾ മുറുക്ക പിടിച്ചാൽ നിങ്ങളുടെ ജീവിതം സേഫ് ആണ്. കാരണം അവർക്ക് മനസ്സിലായി ഇത്. നിങ്ങളും വിജയിച്ചാൽ അവരും വിജയിച്ചു എന്ന് മനസ്സിലായി. അതാണ് മൈ ലൈഫിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കൂടെ വരുന്നവനെ വിജയിപ്പിച്ചുകൊണ്ട് വിജയിക്കാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റി. ഉമ്മർ സാറ് മൈലക്ഷ മാർക്കറ്റിംഗിൽ വരുന്നതിന് മുന്നേ സാറിന്റെ ഏതെങ്കിലും ബന്ധു, ഏതെങ്കിലും അയൽവക്കക്കാരൻ, ഏതെങ്കിലുമൊക്കെ ഫ്രണ്ട്സ് നേരെ സാറിന്റെ വീട്ടിൽ വന്നിട്ട് ഉമ്മറെ അല്ലെ ഉമ്മർക്ക നിങ്ങൾ ഫാമിലി കൂടെ നിൽക്ക്, നമുക്ക് ഒന്നിച്ചിരുന്നു അങ്ങോട്ട് വിജയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല സാർ. സാറിന് ബിസിനസ് തരാൻ വന്നതാരാ? സാറിന്റെ വീട്ടിൽ വന്നിട്ട് എന്താ പറഞ്ഞേ? ഉമ്മർ സാറേ അല്ലെ ഇക്ക കൂടെ നിക്ക്, ഇതൊരു ബിസിനസ് ഉണ്ട്, നമുക്ക് രക്ഷപ്പെടാന്ന് പറഞ്ഞിട്ടില്ലേ? ഓക്കെ സാർ, ഓക്കെ സാർ. സാറിന് അത് മനസ്സിലായത് കൊണ്ടാണ് സാറിന് NTC ആയി നിൽക്കുന്നത്. 3 വർഷം കൊണ്ട് NTC എന്ന് പറഞ്ഞാൽ ഡിയർ ഫ്രണ്ട്സ് ഇപ്പൊ തന്നെ 30 ലക്ഷത്തിന് മേലെ വരുമാനം മേടിച്ച വ്യക്തിയാണ് ആയിരിക്കുന്നത്. അന്ന് മനസ്സിലായത് കൊണ്ട് ആലോചിച്ചു നോക്കി. അങ്ങനെ ആ ഒരു വ്യക്തി ദൈവം പറഞ്ഞു വിട്ടതാണ് അയ്യൂബ് സാറിന്റെ വീട്ടിലേക്ക്, സാറിനെ രക്ഷപ്പെടാൻ അല്ലെങ്കിൽ സാറിന് ഒരു വഴി കാണിക്കാൻ. അതുപോലെയാണ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നിങ്ങൾക്ക് ഈ അവസരം നിങ്ങളെ ക്ഷണിച്ചവര് കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു വഴി കാണിച്ചു തന്നിരിക്കുകയാണ്. ഇനി നമുക്കറിയാം ചൊവ്വാഴ്ച ദിവസം നളന്ദ GTS. നിങ്ങൾക്ക് പറയാൻ അറിയത്തില്ല, സംസാരിക്കാൻ അറിയത്തില്ല, വേണ്ടെന്നേ. നിങ്ങളുടെ വണ്ടിയിൽ നളന്ദയിലേക്ക് ചൊവ്വാഴ്ച അവിടെ കൊണ്ട് വൈകുന്നേരം അങ്ങ് ഇരുത്തി കൊടുക്ക്. പറയാൻ അറിയുന്ന ആള് പറഞ്ഞോളും. നമ്മളെക്കാൾ അറിയത്തില്ലാത്ത ആളുടെ എക്സ്പീരിയൻസ് കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ള വിശ്വാസം വരും. ഇനി നാളെ ഉമ്മർ സാർ എന്നെ കൊണ്ടുവന്ന് ഉമ്മർ സാർ വന്നില്ല, ഉമ്മർ സാർ എന്തിനാ അവിടെ നാളെ കൊണ്ട് ഇരുത്ത്. അത് കൊണ്ടിരിക്കുമ്പോ നമ്മുടെ കൂടെ വരുന്ന ചാർജ് ആയിക്കോളും. പ്രോഗ്രാമിനെ യൂസ് ചെയ്യൂ. ഉമ്മർ സാറ് കൊണ്ടുവന്ന് റാഷിദ് സാറ് സാറിനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ റാഷിദ് സാറ് ഇടയ്ക്കിടയ്ക്ക് ഉമ്മർ സാറിനെ വിളിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് റാഷിദ് സാറിന്റെ ബിസിനസ് ആണ്. റാഷിദ് സാർ ഉണ്ടെങ്കിലേ റാഷിദ് സാറിനുള്ളൂ. ഏറ്റെടുക്കണം. ഉമ്മർ സാർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് മനസ്സിലാണെങ്കിൽ ആ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും. ഈ ലോകത്ത് നമ്മളെ കൊണ്ട് പറ്റണമെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റും 100%. അതിന് തെളിവാണ് ഉമ്മർ സാർ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ള ഒറ്റ കേസ് മാത്രമേ ഉള്ളൂ. ടൈം വളരെ കുറവാണെന്ന് അറിയാം. മൈലക്ഷ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ദൈവം എന്റെ കയ്യിലേക്ക് കൊണ്ടുതന്ന ഒരു അവസരമായിരുന്നു. ആ അവസരത്തെ ഞാൻ ഹൃദയത്തിൽ ചേർത്ത് വെച്ച് പ്രവർത്തിക്കാൻ തയ്യാറായപ്പോൾ എന്റെ മക്കളെ 28 കെട്ടിയതടക്കം എനിക്ക് വിൽക്കേണ്ട വന്നുണ്ട്. പക്ഷെ ഇന്ന് എന്റെ മക്കൾക്ക് മാല മേടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ 18 ലക്ഷം കടം തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സഞ്ചരിക്കുന്ന ഒരു വാഹനം ടാറ്റ നെക്സോൺ ആണ്. രണ്ടാമത്തെ വാഹനം ടാറ്റ ഹാരിയർ എന്ന് പറയുന്ന 22 ലക്ഷം പേരുള്ള പ്രീമിയം കാറാണ്, ബ്ലാക്ക് എഡിഷൻ ആണ്. ഇപ്പൊ ഒരു പുതിയ കാർ എടുക്കുന്നതിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിയർ ഫ്രണ്ട്സ്, വെറും 5 വർഷം കൊണ്ട് ഇത്രയും കടം തീർത്ത് ഇവിടം വരെ എത്തണമെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം മാത്രം ചിന്തിക്കുക.
ദൈവം തന്ന ഒരു അവസരത്തെ ഞാൻ മനസ്സിലാക്കി, ഇഷ്ടപ്പെട്ടു, എന്റെ ഹൃദയത്തിൽ ചേർത്ത് വെച്ച് പ്രവർത്തിക്കാൻ തയ്യാറായി. വെറും 3 വർഷം നിങ്ങളെ കൊണ്ടുവന്നവരുടെ കൈക്കൊന്ന് ചേർത്ത് പിടിക്കൂ, അവരുടെ കയ്യിലൊന്ന് മുറുക്കെ പിടിക്കൂ, അവർ നിങ്ങളെ ചേർത്ത് പിടിച്ചോളൂ. ഇനി ഒരു കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബിസിനസ് ശക്തമായിട്ട് ചെയ്യാൻ പറ്റും. ഒരു പനി പിടിച്ചു കിടന്നാൽ ഒരു പാരസെറ്റമോൾ മേടിച്ചു തരാൻ ഒരാളും വരാനില്ല. പനി പിടിച്ചു കിടന്നാൽ കൂട്ടുകാർ വിളിച്ചു ചോദിക്കും പനി എങ്ങനെയുണ്ട്, കുറഞ്ഞോ? ബന്ധുക്കൾ വിളിച്ചു ചോദിക്കും എങ്ങനെയുണ്ട്, സുഖമായോ? പക്ഷെ ഈ കോള് കട്ടായി കഴിഞ്ഞ് നിങ്ങളുടെ ഗൂഗിൾ പേയിലേക്ക് ഇവരാരും ഡോക്ടറെ കാണാനോ പാരസെറ്റമോൾ മേടിക്കാനോ 100 സെന്റ് ചെയ്ത് തരാൻ നിങ്ങൾക്കോ മക്കൾക്കോ ആരും തരാനില്ല എന്നുള്ളതിനെ തിരിച്ചറിയണം. പക്ഷെ മൈലക്ഷ്മി മാർക്കറ്റിംഗിൽ ഡിഫറൻസ്, നമ്മുടെ റൈറ്റും ലെഫ്റ്റും നമ്മുടെ ചങ്കായിട്ട് ആൾക്കാർ വരാനുണ്ട്. പക്ഷെ നമ്മളൊന്ന് ഉറച്ചിന്ന് പ്രവർത്തിക്കാൻ തയ്യാറാവണം. ഉറച്ചിന്ന് പ്രവർത്തിച്ചാൽ സർവേശ്വരൻ നമുക്ക് വേണ്ടി ആൾക്കാരെ നിശ്ചയിച്ചിട്ടുണ്ട്, കണ്ടുവച്ചിട്ടുണ്ട്. പക്ഷെ പ്രവർത്തിക്കാതെ കൈക്കുള്ളിലേക്ക് വീട്ടിൽ കരുതുന്ന കൊണ്ട തരുമെന്ന് ഞാൻ പറയുന്നില്ല. പ്രവർത്തിക്കൂ, ദൈവം തീർച്ചയായിട്ടും നമുക്ക് തരും. അതാണ് ഈ ബിസിനസിന്റെ ബ്യൂട്ടി. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് മൈലക്ഷ്മി മാർക്കറ്റിംഗിൽ എല്ലാവിധ അച്ചീവ്മെന്റുകളും ഉണ്ടാക്കി നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു 10 ID നമ്പർ ഹൃദയത്തിൽ ചേർത്ത് വെച്ച് പ്രവർത്തിച്ച് കാറ്റടിക്കുമ്പോൾ കടലാസും പാറും, പൂമ്പാറ്റയും പാറും. കാറ്റടിച്ചിട്ടില്ലെങ്കിൽ അവിടെ പൂമ്പാറ്റ മാത്രമേ പാറുകയുള്ളൂ. അപ്പൊ ആ 10 ID നമ്പർ ഹൃദയത്തിൽ ചേർത്ത് വെച്ച് പ്രവർത്തിച്ച് എല്ലാ വിജയങ്ങളും ഉണ്ടാക്കി മൈ ലൈഫ് സ്റ്റൈലിൽ എന്തൊക്കെ അച്ചീവ്മെന്റ് ഉണ്ടോ അവിടെ ഞാനും ഉണ്ടാവും. നിങ്ങളെ കാണാൻ ഞാനും അവിടെ ഉണ്ടാവും. ആ അച്ചീവ്മെന്റ് എല്ലാം നേടാൻ നിങ്ങളെ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്, ജയ് മൈ ലൈഫ് മാർക്കറ്റ്.